ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ നോർമൽ ഒരു കാലം നമ്മുടെ കൂടെ ഇപ്പോൾ രണ്ടെണ്ണാനും ബ്ലൂവും ഉണ്ട്. ബ്ലൂയുടെ ശത്രുവാണ്, അണ്ണാൻ്റെ ശത്രുവാണ് ബ്ലൂയി. എപ്പോഴും ബ്ലൂവി അണ്ണാനെ അങ്ങനെ തല്ലൂടാൻ വേണ്ടി പോവും. ഇതാ ബ്ലൂവി ഹായ് പറഞ്ഞു ബ്ലൂവി. ഓക്കെ, അപ്പോൾ അത് കാരണം നമ്മൾ ഒരു മിനി വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടു ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ എൻ്റെ റൂമിലാണ് ഉള്ളത്. ബ്ലൂവിനെ കാണാം. ഇതാ ബ്ലൂവി. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നു. ബ്ലൂവി അണ്ണാനും തമ്മിലുള്ള കാര്യം. അണ്ണാന് പുതിയതായിട്ട് രണ്ടെണ്ണം വന്നതാണ്. അപ്പോൾ അണ്ണാനെ കൂടൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ബ്ലൂവിക്ക് അണ്ണാനെ തീരെ ഇഷ്ടമല്ല. ബ്ലൂവി എപ്പോഴും അണ്ണാനായിട്ട് ബ്ലൂവി തല്ലൂടാൻ പോകും. പക്ഷെ അണ്ണാന് ബ്ലൂവിനെ പേടിച്ചിട്ടിരിക്കും. സോ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബ്ലൂവിനെ കണ്ടു ഗൈസ്. അയ്യോ, ബ്ലൂവിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബ്രേസ്ലെറ്റ് നല്ല ബ്ലൂവിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടു, ഈ ബ്രേസ്ലെറ്റ് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അത് ബ്ലൂവിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബ്ലൂവി എപ്പോഴും ആ ബ്രേസ്ലെറ്റുമ്മൊക്കെ അടിച്ച് നോക്കും. അണ്ണാനിതാണ് ഗൈസ്, അണ്ണൻ. എല്ലിയുടെ പോലെ കേട്ടോ അണ്ണാനെ കാണാൻ ഗൈസ്. ഇത് അണ്ണാൻ്റെ കൂട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. റൂമിലാണ്, എൻ്റെ ഇക്കയുടെ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അവിടെ മൊത്തം വൃത്തികേടാക്കണം. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഫുഡ് കഴിച്ചിട്ടുള്ള അതിൻ്റെ ചാമ്പൊക്കെ കൊടുത്തു, വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ആകെ ഇതാക്കി. രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം എന്താ ഇവിടെ ഒരെണ്ണം ഈ എണ്ണാന് വിട്ടു പോയി. ഒരെണ്ണാന് ഇവിടെ, ഒരെണ്ണാന് ഇതിൻ്റെ ഉള്ളിലാണ് അണ്ണാന്. പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എന്താ, ആ അണ്ണാനെ എലിനായിട്ട് ബ്ലൂവിനായിട്ട് തല്ലിവിടണം എന്ന് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ് ഈ അണ്ണാനെ. അണ്ണാനെ ഓക്കെ. ബ്ലൂവിക്ക് നല്ല ദേഷ്യം പിടിക്കണം കേട്ടോ. ബ്ലൂവിക്ക് ഇഷ്ടമല്ല അണ്ണാനായിട്ട് ഞാൻ കളിക്കണത്. ഞാൻ അണ്ണാനായിട്ട് കളിച്ചാൽ ഇന്നെ കടിക്കാൻ വരും. അണ്ണാൻ്റെ അടുത്ത് പോയൊക്കെ എവിടെ അണ്ണാൻ ഇതാ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണാനെ ഞങ്ങൾ ആദ്യം പിടിച്ചതാണ്. ആദ്യം ലീബ്രോസ്റ്റിക്ക് പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് അണ്ണാനെ കണ്ടു. അത് വെച്ചെങ്കിൽ അതിന് ചാടാനോ മരത്തുമൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ വിചാരിച്ചു. അപ്പം ആ അണ്ണാനെ എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതിനെ ബോക്സിലാക്കി. പിന്നെ എൻ്റെയൊക്കെ കുറേ ട്രെയിൻ ചെയ്യല്ല. അപ്പോൾ അതിന് ഇണക്കായി എല്ലാവരുടെ കൈമക്കൊക്കെ വരും. അപ്പോൾ അത് കാരണം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല, അതിന് വലിയ പേടിയൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തേതുണ്ട് ഗൈസ്. ഇവിടെ കണ്ട, അതിൻ്റെ മുകളിൽ രണ്ടാമത്തേത് ഇരിക്കണ്ടേ. അപ്പോൾ രണ്ടാമത്തേതിന് നല്ല പേടിയാണ്, എല്ലാതും പേടിയാണ് രണ്ടാമത്തേത്. നമുക്ക് കാണിച്ചു തരാം.
എന്നെ ബ്ലൂയി കടിക്കണത്. ബ്ലൂവിനെ കാണിച്ചു. ഞാൻ തന്നെ കഴിക്കാം. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് തൽക്കാലത്തിന് കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് കഴിക്കണ്ടേ ഗൈസ്? ബ്ലൂ ഇവിടെ ബ്ലൂ ഇടാൻ പോയി. അണ്ണാക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോൺ. കാണിച്ചേക്കാം. എനിക്കിഷ്ടല്ല, എനിക്ക് പേടിയാ, കണ്ണാനെ പേടിയാ. ബ്ലൂ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ബ്ലൂ അതിനായിട്ട് തല്ലിവിടും. രണ്ടാമത്തെ അണ്ണാനെ അവിടെ. ബ്ലൂ ഇവിടെ അണ്ണാൻ്റെ ഫുഡ് തിന്നെ, സ്വന്തമായിട്ട് ഫുഡ് ഇടാൻ എനിക്ക്. ഇവിടെ വാ. ബ്ലൂക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ട്, എന്നിട്ടാണ് അണ്ണാൻ്റെ ഫുഡിന്. അണ്ണാനൊക്കെ ഒന്നുമില്ല, കൊള്ളിട്ട് പാഷൻ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ അണ്ണാക്ക്. അല്ല, ചാമ്പക്ക മാത്രമേ ഉള്ളൂ അണ്ണാക്ക്. എനിക്ക് പേടിയാവാൻ കാരണം അണ്ണാനെ കാണാൻ എലിയുടെ പോലെ ഉണ്ട്. എലിയുടെ പോലെയും പിന്നെ ആ അണ്ണന് കുഞ്ഞേ കുട്ടിയായ കാരണം എലിയുടെ പോലെ ഉണ്ട്. പിന്നെ കുഞ്ഞേ കുട്ടിയായ കാരണം എലിയുടെ പോലെ ഉണ്ട്. പിന്നെ ബ്ലൂ ഇരിക്കില്ല. ഓക്കെ. പിന്നെ അത് മുമ്പേ ഞാനൊന്ന് ആദ്യമായിട്ട് എടുത്തപ്പോൾ ഇങ്ങനെ കയറിയിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറി. അതായിരുന്നു ആകെ അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അല്ലേ, അണ്ണാനെ പിടിക്കുമ്പോൾ എലിയുടെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ കിളി അങ്ങനെയല്ല, കിളി അടിപൊളി. അത് ഭയങ്കര അണ്ണാന് സൂം ചെയ്യാൻ പറ്റുന്നില്ലേക്ക്. ഒരെണ്ണാനിതവിടെ, രണ്ടാമത്തെ അണ്ണാനിത് അവിടെ നിൽക്കണം. എന്താ കറ പോലെ. രണ്ടെണ്ണാനെ മനസ്സിലാവണില്ല. ഒരെണ്ണ നല്ല ഇണക്കുള്ള, ഒരെണ്ണാനെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കടിക്കണം എന്നാണ്. പക്ഷെ കടിച്ചാൽ വേനിക്കൊന്നുമില്ല. കിളിത അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ബ്ലൂ ഇതാണ് ബ്ലൂ സേ ഹായ്. ബ്ലൂ ഹായ് വരള്ള മുകളിലല്ല. അതാ അണ്ണാന് എന്ത് തോന്നുന്നത്. ഇതാ അണ്ണാന്, ഇത് അണക്കല്ലാത്ത അണ്ണാനാണ്. അണക്കല്ലാത്ത അണ്ണാന്, ഇത് അണക്കുള്ള അണ്ണാന്. അണ്ണാനെ അണ്ണാനക്ക് ഞാനതിനെ വേദനിപ്പിച്ച് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. അപ്പം അതിന് പേടിയായിട്ടാണ് തോന്നുന്നത് അവിടെ ഇരിക്കണത്. മറ്റേ അണ്ണനത് അവിടെ, ബ്ലൂ ഇതവിടെ. സോ ഗൈസ്, നമുക്ക് റൂമിൽ പോയിരിക്കാം കുറച്ച് നേരം. കണ്ണാൻ എടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ശരിക്കും. ബട്ട് അണ്ണ മേത്തേക്ക് കയറിയ ആകെ ഒരു ജാതി ഫീലാണ്. അപ്പം നമുക്ക് റൂമിലേക്ക് പോയിരുന്നു സംസാരിക്കാം. ബ്ലൂ വരുന്നുണ്ടോ? ബ്ലൂ വരുന്നില്ല. സോ ഗൈസ്, അണ്ണാൻ്റെ കൂട്, ഒരെണ്ണാൻ്റെ കൂട് ഇതാ. ഞാൻ സൂമാക്കിയിട്ട് സംസാരിക്കണ്ടായിരുന്നു, എനിക്കറിയായിരുന്നില്ല. സോ ഗൈസ്, ഒരെണ്ണാൻ്റെ കൂട് ഇതാണ്. ഇത് ശരിക്കും അണ്ണാനക്ക് മേടിച്ചതല്ല, ബ്ലൂയുടെ കൂടെയായിരുന്നു. അപ്പോൾ ബ്ലൂയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് അതിൻ്റെ കാരണം. പിന്നെ അതും ബ്ലൂയുടെ കൂടെ തന്നെയാണ്.
ബ്ലൂവിക്ക് കുറേ കൂടുണ്ട്. നമ്പർ 1 അത്, പിന്നെ അതാ ഇത്, പിന്നെ ഇവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട്. ഓക്കെ, ബ്ലൂവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂയുടെ ഇപ്പോൾ സ്ഥിരം കൂട് ഇതാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഇപ്പോൾ ബ്ലൂ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ ഈ ഒരു ഊഞ്ഞാല് പോലത്തെ സംഭവത്തിൽ ഇരിക്കാൻ ബ്ലൂവിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ചട്ടിയിൽ മണ്ണ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഈ ഗ്രീന് വലിയ റൗണ്ട് കൂട്, അത് വലിയ കൂടാണ്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ബ്ലൂവിക്ക് ഇഷ്ടമാണ്. പിന്നെ ബ്ലൂ അതിൻ്റെ മുകളിലാണ് ഒരിക്കലും. പിന്നെ ആ 2 ചട്ടി അതിൻ്റെ ഉള്ളിലിരിക്കാനും ബ്ലൂവിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ ചട്ടികളിലൊന്നും വല്ലാണ്ടിരിക്കില്ല, ചട്ടികളൊക്കെ അടുതൽ കൂടാണ്, ഇപ്പം ഇല്ല മുമ്പേ. പിന്നെ ഈ സ്റ്റെമ്മും ഇരിക്കാനും ബ്ലൂവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ സ്ഥലമൊന്നുമില്ല. ഇവിടെ ഇരുന്ന് ആ മഞ്ഞക്കൂട് ഉണ്ടായിരുന്നു, ആ മഞ്ഞക്കൂട് അണ്ണാനക്ക് കൊടുത്ത്. അപ്പം അണ്ണ യൂസ് ചെയ്യണമൊന്നുമില്ല. ബട്ട് ഈ കൂടാണ് ബ്ലൂയുടെ വീട്, മെയിൻ വീട്. ബാക്കിയുള്ളതൊക്കെ ബ്ലൂയുടെ ഫ്ലാറ്റ് പോലെ. ബ്ലൂവി ചില സമയത്ത് യൂസ് ചെയ്യും, ചില സമയത്ത് യൂസ് ചെയ്യില്ല, അങ്ങനെയൊക്കെ. സോ ഗൈസ് സീ ബ്ലൂവി. വാനിക്കൂല കേട്ടോ, പക്ഷേ ബ്ലൂവി എത്ര കടിച്ചാലും നമുക്ക് വാനിക്കൂല. കാരണം ബ്ലൂവി കരുതി കൂട്ടിയിട്ട് കടിക്കൂല. ബ്ലൂവി അല്ല അറിയാണ്ട് കടിച്ചാലാണ്. സ്റ്റാച്ചു പോലെ നിൽക്കുന്നുണ്ട്. അപ്പം അണ്ണാ സ്റ്റാച്ചുവായി നിൽക്കണ പോലെ നമുക്കും സ്റ്റാച്ചുവായി നിൽക്കാം. ഈ അണ്ണാനാണ് സ്റ്റാച്ചു ഇട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് മെല്ലെ എൻ്റെ റൂമിലേക്ക് മെല്ലെ പോയി തീരാം. അണ്ണാൻ കാണാതെ പോവാം. അമ്മ ബ്ലൂവി ഉണ്ട്. അയ്യോ അണ്ണാൻ പോയി. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, ബ്ലൂവി കം ഓൺ. ബ്ലൂവിക്ക് മേക്കപ്പ് ഇടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. മേക്കപ്പിൻ്റെ സ്ഥലത്തേക്ക് ബ്ലൂവി എപ്പോഴും വരും. സോ ബ്ലൂവിയുടെ ഫേവറേറ്റ് കാര്യമാണ് ഗൈസ് മേക്കപ്പ് ഇടൽ. ബ്ലൂവി സോ പിന്നെ ബ്ലൂവിക്ക് ഇതാ ഗൈസ് ലൈറ്റ് ഇട്ടിട്ട് ബ്ലൂവിനെ കാണിച്ചാൽ ബ്ലൂവിനെ നിങ്ങൾക്ക് നന്നായി കാണും. പക്ഷെ ബ്ലൂവിക്ക് ഈ ലൈറ്റ് പേടിയാണ്. ഇതിങ്ങനെ ആയ കാരണം ഈ ലൈറ്റ് ബ്ലൂവിക്ക് ഭയങ്കര പേടിയാണ്. അതാണ് നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. ഞാൻ നമ്പർ തരാം, ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് കിട്ടിയിട്ട് ചോദിക്കണം ബ്രേസ്ലെറ്റ് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ബ്രേസ്ലെറ്റ് തരും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ബ്രേസ്ലെറ്റ്, ഇതേപോലത്തെ ബ്രേസ്ലെറ്റും പിന്നെ ഒരു ഇയറിംഗ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഹിയർ യു ഗോ. ഇതേപോലത്തെ ഇയറിങ്സ് അതൊക്കെ അവർ ഉണ്ടാക്കണതാണ് കേട്ടോ ഗൈസ്. നല്ല കഴിവാണ് ഗൈസ് ഇവർക്കുള്ളത്. ഗൈസ് മിൻഹ എന്നാണ് കേട്ടോ പേര് ഗൈസ്. മിൻഹ എൻ്റെ ഫ്രണ്ടാണ്. 20 രൂപയുള്ളൂ കേട്ടോ ഒന്നിന്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ അവളെ തന്നെ നേരിട്ട് വിളിക്കുക. റൺ നമ്പർ അയ്യോ എൻ്റെ കമ്മൽ ബ്ലൂ എടുത്ത് ഗൈസ്. കമ്മൽ ബ്ലൂ എടുത്ത് ഗൈസ്. തായോ ബ്ലൂവേ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കഴിക്കൂല, പൊട്ടിക്കും. ഫുഡ് ഇത് കുറേ ചവക്കും, വായക്കിടും, ഉള്ളിക്കിടും, എന്നിട്ട് വീണ്ടും പുറത്തേക്ക് തരും. നമ്മൾ മസാജ് ചെയ്താൽ തിരിച്ച് പുറത്തേക്ക് വരും. ദാറ്റ്സ് ഇറ്റ്.
സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് അണ്ണാൻക്ക് എന്ത് പറ്റി എന്ന് നോക്കാം. അണ്ണനെ കാണാല്ല. ഒരെണ്ണ പുറത്തേക്ക് പോയിട്ട് ഉള്ളിലേക്ക് വന്ന് ഇതാ അണ്ണന് പുറത്തേക്ക് പോയി ഉള്ളിലേക്ക് വന്നു. മറ്റേ അണ്ണൻ ഇതാണ് ലിറ്റിൽ ക്യൂട്ടി പൈ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണത് കണ്ടോ. ക്യാമറ വർക്ക് ചെയ്യും. ഒരെണ്ണൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരെണ്ണൻ അവിടെ നിൽക്കുന്നു. ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമാണ് അണ്ണാനെ. പക്ഷേ നല്ല ഇന്റെ സാധനം ഗൈസ് വീണ്ടും ബ്ലൂവി ഇന്റെ കമ്മൽ കടിച്ചു. പക്ഷെ പൊട്ടിച്ചില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നു കള്ളൻ. സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എൻ്റെ ഫേവറേറ്റ് പെറ്റാണ് ബേർഡ്സ്. ആൻഡ് കിക്കിനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. കിക്ക് മരിച്ചു പോയി, RIP. പിന്നെ ആൻഡ് ഇതൊക്കെ കണ്ടോ, ഇത് കലാരൂപങ്ങളാണ്. എൻ്റെ എല്ലാ സിബ്ലിങ്സ് അവരൊക്കെ മുമ്പ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കിട്ടുന്ന ടാറ്റു ഒക്കെ മുട്ട ഒട്ടിച്ചു. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ആൻഡ് അവസാനമായി നിങ്ങൾക്ക് ബ്ലൂവിനെ കാണണം എന്നുണ്ടെങ്കിൽ here you go. കണ്ടോളൂ, കണ്ണ് നിറച്ച് കണ്ടോളൂ. ബൈ.